പുലിമുരുകൻ നിർമ്മിക്കാനായി എടുത്ത ലോൺ നിർമ്മാതാവ് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ലെന്ന ടോമിച്ചൻ തച്ചങ്കരിയുടെ പ്രസ്താവനയിൽ പ്രതികരണമായി രംഗത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ ടോമിച്ചൻ മുളകുപാടം. ഒരു നിർമ്മാതാവ് എന്ന നിലയിലുള്ള തന്റെ സിനിമാ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് പുലിമുരുകനെന്നും ആ ചിത്രത്തെ അനാവശ്യ വിവാദത്തിലേക്ക് വലിച്ചിടരുത്, ചിലർ പറയുന്ന കാര്യങ്ങൾ വാസ്തവവിരുദ്ധമാണെന്നുമാണ് ടോമിച്ചൻ മുളകുപാടം വ്യക്തമാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിനു വേണ്ടി ഞാൻ 2 കോടി രൂപ ലോൺ എടുത്തത്. ആ ലോൺ പൂർണ്ണമായും 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തിരുന്നു. സിനിമയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചരണങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണം എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ ടോമിച്ചൻ മുളകുപാടം പറയുന്നു. ഒരു നിർമ്മാതാവെന്ന നിലയിൽ തൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വലിയ കൂടുതൽ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാഖ് ഒരുക്കിയ പുലിമുരുകൻ സിനിമ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി 100 കോടിയുടെ തിളക്കം സമ്മാനിച്ച ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതും എന്നും എന്നെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഈ ചിത്രത്തിൽ ചില അനാവശ്യ വിവാദങ്ങൾക്ക് വലിച്ചിഴച്ചുകൊണ്ട് രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും വാസ്തവവിരുദ്ധമാണ്. പ്ലാൻ ചെയ്ത ബജറ്റിനും സമയത്തിനും കൂടുതൽ ചെലവായ ചിത്രമായിരുന്നെങ്കിലും എനിക്ക് ന്യായവും ലാഭവും സാമ്പത്തിക സുരക്ഷയും നേടിത്തന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ കോട്ടയം ശാഖയിൽ നിന്നാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ 2 കോടി രൂപ ലോൺ എടുത്തത്. ആ ലോൺ പൂർണ്ണമായും 2016 ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തു. 3 കോടിയിൽ അധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത്. അത്രയും ഇൻകം ടാക്സ് അടയ്ക്കണമെങ്കിൽ തന്നെ ഈ ചിത്രം എനിക്ക് ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അതിനുശേഷം ഒന്നിലധികം സിനിമ നിർമ്മിക്കാനും എനിക്ക് സാധിച്ചാലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട്. 9 വർഷം മുമ്പ് വിദേശത്ത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വെറും 3 ആഴ്ച മാത്രം താഴെ സമയം കൊണ്ട് 100 കോടിക്ക് മുകളിൽ ആകെ ബിസിനസ് ചെയ്ത ചിത്രമാണ് പുലിമുരുകൻ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങളും അതർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മികച്ച സിനിമയോടെ ഇനിയും മുളകുപാടം ഫിലിംസ് നിങ്ങളുടെ മുന്നിലെത്തും. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിലാണ് പുലിമുരുകന് വേണ്ടി നിർമ്മാതാവ് എടുത്ത ലോൺ ഇതുവരെ അടച്ചു തീർന്നിട്ടില്ലെന്നും സിനിമയുടെ കളക്ഷനെ സംബന്ധിച്ച കണക്ക് നിരത്തുന്ന ആരാണോ അവരുടെ ലാഭനഷ്ടങ്ങൾ അനുസരിച്ച് കണക്ക് മാറ്റിക്കണമെന്നും പറഞ്ഞ് മുൻ പോലീസ് മേധാവിയും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എംഡിയുമായ ടോമിച്ചൻ തങ്കഞ്ചേരി രംഗത്തെത്തിയത്. ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളായി വഴിയൊരുക്കിയിരുന്നു.